ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ക്രബ് സാർ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എലോൺ മസ്കിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ ഈ ലോകം തന്നെ എലോൺ മസ്ക് കൺട്രോൾ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് ചൊവ്വയിലോട്ട് പോകാൻ എലോൺ മസ്ക് സഹായിക്കുമോ? എലോൺ മസ്ക് അതിൻ്റെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സക്സസ്ഫുൾ ആവുമെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ചൊവ്വയിലോട്ട് പോകുന്ന സംഭവം പോസിബിളാണ്, നിലവിൽ പോസിബിളാണ്. ഒരു എക്സ്പെൻസ് വരുമെങ്കിലും അത് പോസിബിളാണ്. അത് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തോന്ന് ചെയ്യുക, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കുള്ള എല്ലാ സംശയവും ഈ വീഡിയോയിൽ നിന്ന് മാറുന്നതായിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ പ്രഭാസിൻ്റെ കൽക്കി സിനിമ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അതിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സിനിമയ്ക്കകത്ത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം അതിൽ നമ്മൾ കോംപ്ലക്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പ്രഭാസ് ഭൂമിയിൽ നിന്ന് കോംപ്ലക്സിലോട്ട് പോകുന്നു. കാരണം വേറൊരു ഭൂമി അവിടെ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ കലിയുഗത്തിൻ്റെ ഒരു എൻഡിങ് ടൈമിൽ അവിടെ ഒരു കോംപ്ലക്സ് അവിടെ ഉണ്ടാക്കുന്നു. ആ സിനിമയ്ക്കകത്ത് അങ്ങനെ കാണിക്കുന്നു. പക്ഷേ ഇത് വേറൊരു കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ കൽക്കി സിനിമയിൽ വേറൊരു ഗ്രഹവുമായിട്ടാണ് അതിൻ്റെ ആശയം പറഞ്ഞിരിക്കുന്നത്. വേറൊരു ഗ്രഹവുമായിട്ടുള്ള ഒരു ആശയമാണ് അവിടെ കോംപ്ലക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ചൊവ്വയും ഭൂമിയും ചൊവ്വയിലായി നമുക്ക് എലോൺ മസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വയിലോട്ട് എന്തോന്നാണ് ചൊവ്വയിലോട്ട് പരീക്ഷിക്കാൻ, ചൊവ്വയിലോട്ട് ഇനി മനുഷ്യന്മാരെ കൊണ്ടുപോകാൻ പറ്റുമോ, ചൊവ്വയിലോട്ട് കൊണ്ടുപോകാനുള്ള വലിയ സ്പേസ് ഷിപ്പുകളും അതുപോലത്തെ പരിപാടികളൊക്കെ നോക്കി അതുപോലത്തെ പല ഉപകരണങ്ങളും വെച്ച് പോയി. പക്ഷേ അവിടെ എലോൺ മസ്ക് നേരിടുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ദൂരം പോകുമ്പോൾ നമുക്ക് അവിടെ ചിലവ് എക്സ്പെൻസ് കുറയ്ക്കണം. അതുമാത്രമല്ല, ഇന്ധനങ്ങൾ അതേ സമയത്ത് മാറ്റുകയും ചെയ്യണം. മനസ്സിലായില്ലേ? അങ്ങനെ ഇന്ധനങ്ങൾ ഒരേ സമയം പൊങ്ങുന്ന സമയത്ത് ഇന്ധനങ്ങൾ മാറ്റണം. എന്നാൽ മാത്രമേ അവിടെ ചൊവ്വ വരെ എത്താൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ പിന്നെ ചൊവ്വയിലെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, അവിടെയും ഗ്രാവിറ്റിയുടെ പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഭൂമിയിൽ നിന്ന് ചാടുന്നതിനെക്കാട്ടി വളരെ എന്തോന്ന് ചാടുമ്പോൾ പൊങ്ങുന്നതിനെക്കാട്ടി ഒരു 10 ഇരട്ടി അവിടെ പൊങ്ങും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ഗ്രാവിറ്റേഷൻ ഇഷ്യൂ അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമാണ്, അവിടെ വെള്ളമില്ല, അവിടെ എന്തോന്ന് ആ കൃഷി ഉണ്ടാക്കാൻ പറ്റുമോ എന്നറിയില്ല. നിങ്ങൾക്ക് പല സംശയം നിങ്ങളുടെ മനസ്സിലൂടെ പോവാം. എലോൺ മസ്കിന് ഇതൊക്കെ ഇതൊക്കെ പോസിബിൾ ആകുമോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് വരാം. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറയാൻ പോകുന്നുണ്ട്. ഓക്കെ, കാരണം നമ്മുടെ ഭൂമിയുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. കാരണം ഇനി തൊട്ട് ഓക്സിജൻ്റെ അളവ് കുറയും. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ്റെ എല്ലാം പൊല്യൂഷൻ കൂടി വരും. അളവിലെല്ലാം പൊല്യൂഷൻ കൂടി വരും. ഓക്സിജൻ്റെ അളവ് കുറയും, ചെടികളുടെ എണ്ണം കുറയും. അങ്ങനെയെല്ലാം മൊത്തത്തിൽ പ്രശ്നമാകും. ഈ ഭൂമി നശിച്ച് പോയി തന്നെ ഇരിക്കും. അതുപോലെ തന്നെ ചൂട് നല്ല രീതിക്ക് അടിക്കും. കാരണം നമ്മുടെ സൂര്യൻ്റെ താപനിലയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഓസോൺ പാളിക്ക് നല്ല രീതിക്ക് ലീക്ക് ഉണ്ടാകും. മനസ്സിലായില്ലേ? ഹോള് വീഴുന്ന ഇടിച്ച് കയറും. ചൂടിങ്ങനെ തുളഞ്ഞ് കയറുമ്പോൾ പല ആൾക്കാർക്കും ആരോഗ്യ പ്രശ്നം പറ്റി, ക്യാൻസർ, അത് എല്ലാവർക്കും അറിയാനുള്ളൊരു കാര്യമാണ്. അതെന്താണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഇനി മരുഭൂമിയായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് പ്രശ്നത്തിലോട്ട് വരും. മനസ്സിലായില്ലേ? ഓക്സിജൻ അളവ് കുറയും. അപ്പോൾ ഓക്സിജനൊക്കെ നമ്മളിനി പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇനി ചൊവ്വയിലോട്ട് അതുകൊണ്ടാണ് എലോൺ മസ്ക് ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ചൊവ്വയിലോട്ട് പോകാനുള്ള പല രീതിയിലുള്ള അറ്റൻഷൻ നടന്നിട്ടുള്ളത്. ഒരു 2-3 അറ്റൻഷൻ നടന്നിട്ടുണ്ട്. പല എക്സ്പെരിമെൻറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നും സക്സസ് ആയിട്ടില്ല. 1-2 സക്സസ് ആയി. ഓക്കെ, അതിൻ്റെ സക്സസ് ആയതിൻ്റെ കണ്ടിന്യൂഷനാണ്. സക്സസ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പോയി ഒരു പരിധി വരെ പോയി ചൊവ്വയിലെത്താൻ അവിടെ പറ്റില്ലെങ്കിൽ പോലും പല രീതിക്ക് അവിടെ ചെറിയ രീതിക്കൊക്കെ സക്സസ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, മിഷൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി നോളജ് കിട്ടി എലോൺ മസ്കിന്. ഇതാണ് ഇവിടെ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തോന്നാണ് ഈ പറയുന്ന ചൊവ്വയിൽ നമ്മളെങ്ങനെ ജീവിക്കും, അവിടെ വെള്ളമുണ്ടോ ചോദിക്കും. അപ്പോൾ വെള്ളമുണ്ടോ ചോദിക്കുന്നവരടുത്ത് ഇപ്പോൾ എനിക്ക് ബേസിക്കലി പറയാനുള്ള കാര്യം, അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു ചെറിയൊരു ഇതോ എന്തോ ഒരു കാറിൻ്റെ വലിപ്പമുള്ള ഒരു എന്തോന്നാണ് പ്രിസർവറൻസ് ലോവർ എന്ന് പറയുന്ന, അതാണ് ഇതിൻ്റെ പേജ്. ഒരു കാറിനെ പോലെ ഇരിക്കും. ഇതിൻ്റെ അടിയിലൊക്കെ എന്തോ ചെയ്യും ഈ പറയുന്ന പോലെ എന്തോന്നാണ് മോക്സി എന്ന് പറയുന്ന ഒരു സംഭവം പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡാണ് കൂടുതൽ ചൊവ്വയിൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു ഉപകരണം വെച്ച് അവിടെ നിന്ന് ഓക്സിജൻ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് എക്സ്പെൻസീവാണ് അവിടെ, പക്ഷേ ഇനി ഫ്യൂച്ചറിൽ അതിന് മറ്റുള്ള എക്സ്പെൻസ് കുറയ്ക്കാനുള്ള ടെക്നോളജി വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് ഓക്സിജനിലോട്ട് കൺവേർട്ട് ചെയ്ത് അത് എല്ലാവരിലോട്ടും കൊടുക്കും. അപ്പോൾ മനസ്സിലായില്ലേ? ഈ റിസർച്ച് റോവർ എന്ന് പറയുന്ന അതിൻ്റെ അകത്തുള്ള സംഭവമാണ് ഈ മോക്സി എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ മോക്സി എന്ന് പറയുമ്പോൾ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അത് ഓക്സിജന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അതിൻ്റെ ഓക്സിജനെ എന്തോ ചെയ്യും, കൂടുതലും അത് ഹെൽപ്പ് ചെയ്യും. മനസ്സിലായില്ലേ? ഓക്സിജനുമായി ബന്ധപ്പെട്ട് കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡ് കഴിഞ്ഞ് ഓക്സിജൻ ആക്കാനുള്ള സംഭവമാണ്. കാരണം അവിടെ ഈ ചെടികളൊന്നും ഇല്ലല്ലോ, ചെടികളില്ല, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ, പക്ഷേ ഇതിനെക്കുറിച്ച് പരിഹാരം ഉണ്ടാവുമായിരിക്കാം ചിലപ്പോൾ. അവിടെ നമ്മുടെ ഈ ഫാമിങ്, നമ്മുടെ പല രീതിയിലുള്ള ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. അവിടുത്തെ മണ്ണുകളുടെ ക്വാളിറ്റി ശേഖരിക്കാൻ വേണ്ടി റെസിഡൻസ് റോവർ എന്ന് പറയുന്ന ഈ പറയുന്ന പോലെ ഒരു കാർ പോലത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ കാർ പോലത്തെ ഒരു എന്തോന്നാണ്, മനസ്സിലായില്ലേ, ഒരു റോബോട്ട് പോലത്തെ സംഭവമാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അവർ ശേഖരിക്കാൻ നോക്കുന്നുണ്ട്. അവിടുത്തെ മണ്ണുകളെ പറ്റിയായാലും അവരുടെ റിപ്പോർട്ടുകൾ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നു. മണ്ണുകളും അതേപോലത്തെ കല്ലുകളും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ പറ്റി റിസർച്ച് ചെയ്ത് നടക്കുകയാണ് ഈ പറയുന്ന ഏതാണ് റെസിഡൻസ് റോവർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം. അതിൻ്റെ അകത്താണ് ഈ പറയുന്ന മോക്സ് എന്ന് പറയുന്ന എന്തോന്നാണ് മിഷൻ ഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ. അപ്പോൾ ഇതാണ് ബേസിക്കലി ഉള്ളൊരു കാര്യം. പിന്നെ ചോദിക്കും എന്തോന്നാണ്, വെള്ളത്തെപ്പറ്റി ചോദിക്കും. അപ്പോൾ നമുക്കറിയാം, ഈ വെള്ളത്തെപ്പറ്റി ചോദിക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ വെള്ളം എന്ന് പറയുമ്പോൾ ചൊവ്വയിൽ ഉള്ള കാര്യം തന്നെയാണ്, ഇല്ലാത്ത കാര്യമൊന്നുമില്ല. ചൊവ്വയിൽ വെള്ളം ഇല്ലെന്ന് നമുക്ക് പറയണമെങ്കിൽ ഉള്ള കാര്യം. പക്ഷേ ചൊവ്വയുടെ വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഐസിൻ്റെ രൂപത്തിലേ കിട്ടത്തുള്ളൂ. അത് ഒരുപാട് കുഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഐസിൻ്റെ രൂപത്തിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഴിച്ചെടുത്ത ഐസിൽ നിന്ന് എന്തോ നീയും, മനസ്സിലായില്ലേ, അതിൽ നിന്ന് ചൂടാക്കി വെള്ളത്തിൻ്റെ രൂപത്തിലാക്കേണ്ടി വരും. അത് മാത്രമേ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നുള്ളൂ. മൈനിങ് ചെയ്തിട്ട് ഉപരിതലത്തിൽ നിന്ന് അത് എടുക്കേണ്ടി വരും. ഐസ് അതിന് ചൂടാക്കി യൂസ് ചെയ്യേണ്ടി വരും. ഇതാണ് ഈ ചൊവ്വയുടെ വെള്ളത്തിൽ നമുക്ക് ഉപയോഗിക്കുക ഒരു ബേസിക്കലുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. വേറൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. കാരണം അവിടെ ചൊവ്വയിൽ എത്തുക എന്ന് പറഞ്ഞാൽ വളരെ പാടുള്ള പണിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചൊവ്വയിൽ അറിയാം, ചൊവ്വയിൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഗ്രാവിറ്റിക്ക് ചെറിയ ഇഷ്യൂ ഉണ്ട്. കാരണം അതുപോലത്തെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയേഷൻ യൂസ് ചെയ്യുന്ന ഉപകരണം അവിടെ എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ നമ്മൾ ഇവിടെ പോകുമ്പോൾ അവിടെ ചൊവ്വയിലോട്ട് പോകുന്ന സമയത്ത് അവിടെ നമ്മുടെ എല്ലിനൊക്കെ നല്ല ഇത് വരും, പ്രഷർ വരും. നമ്മുടെ തലയ്ക്കും ബോഡിക്കൊക്കെ നല്ല പെയിൻ അനുഭവിക്കാൻ സാധ്യതയുണ്ട്, നല്ല പ്രഷർ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഒരു സാധാരണ ഒരു നോർമലായിട്ടുള്ള വീക്കായിട്ടുള്ള ആടാണ് പോകുന്നതെങ്കിൽ അവർക്ക് എല്ലിന് പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എല്ല് പൊട്ടുക എന്നുള്ളത് എല്ലിൻ്റെ പവർ കുറയാനോ, എല്ലിൻ്റെ ഹാർഡ്നെസ് കുറയാനോ, ക്യാൻസർ വരാനും, അതുതന്നെ കണ്ണിന് പ്രശ്നം വരാനും, ഹാർട്ട് സംബന്ധമായ അസുഖം വരാനും എല്ലാം പ്രശ്നമുണ്ട്. അപ്പോൾ സാധാരണ ഇവർ ചെയ്യുന്ന പരിപാടി, ഇവരിങ്ങനെ പോകുന്ന സമയത്ത് ഇത് എല്ലാവർക്കും വ്യായാമം കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. വ്യായാമം കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ സൊല്യൂഷൻ കിട്ടുന്നതായിരിക്കും. വ്യായാമം കൊടുക്കുക, അതുപോലെ തന്നെ അത്യാവശ്യം ഫിസിക്കൽ ഫിറ്റ്നസ്, അത്യാവശ്യം ജിമ്മന്മാരൊക്കെ നമ്മൾ ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ആൾക്കാരൊക്കെ കൊണ്ടുപോവുക. അപ്പോൾ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് പ്രഷർ ഏക്കത്തില്ല. കാരണം പിടിച്ച് മുറുക്കുകയാണ് നമ്മുടെ ബോഡിയൊക്കെ. അപ്പോൾ അത്രയും പ്രഷർ അവർക്കൊന്നും അനുഭവിക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചൊവ്വയിലോട്ട് പോകുന്ന സമയത്ത് ഇത് എത്രത്തോളം പോസിബിൾ ആകുമെന്നുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും കൃത്യമായി വ്യായാമം കൊടുത്ത് കൃത്യമായ പ്രോട്ടീനും ആഹാരങ്ങളെല്ലാം കൊണ്ട് അതും പോയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് പോകുകയെന്ന് പറഞ്ഞാൽ മെനക്കെട്ടൊരു പണിയാണ്. കാരണം ഈ അസുഖങ്ങളൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും വരാൻ സാധ്യതയുണ്ട്.
ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇത്രയും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അതിനൊരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്രിമമായ ഗ്രാവിറ്റി അവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചൊവ്വയിൽ ഇവിടെ കൃത്രിമമായ ഗ്രാവിറ്റി അവിടെ ഉണ്ടാക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ടാക്കുമ്പോൾ കൃത്രിമമായ ഗ്രാവിറ്റി ഉണ്ടാക്കുമ്പോൾ ഈ പറയുന്ന പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വയിൽ നിന്നും ഉണ്ടാകുന്ന പ്രഷർ, ഗ്രാവിറ്റിയുടെ ഈ ഇഷ്യൂ കൊണ്ടുണ്ടാകുന്ന പ്രഷർ തടയാൻ പറ്റും. മനസ്സിലായില്ലേ? അത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതെന്ന് പറയുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായി? ഇത് കറങ്ങുന്ന അത്രയും മേഖലയിലുള്ള സ്ഥലങ്ങളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന ഗ്രാവിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ മനുഷ്യന്മാർക്ക് എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലാതെയും പോകാൻ പറ്റും. ഓക്കെ, അങ്ങനെയും പോകാൻ പറ്റും. പക്ഷേ അത് മാത്രമല്ല, അതും നമുക്ക് മിഷൻസിൻ്റെ കാര്യമായിട്ട് നമുക്ക് കൺഫേം ആക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചൊവ്വയിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം ഫിസിക്കൽ ഫിറ്റ്നസ്സും എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം ഫിസിക്കും ഹെൽത്തൊക്കെ ഉള്ളത് പോകുന്നതാണ് നല്ലത്. കാരണം ആദ്യത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഗ്രാവിറ്റിയുടെ സംഭവം എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ചൊവ്വയിൽ എത്തുമ്പോൾ തന്നെ നമുക്കവിടെ മണ്ണിൻ്റെ അടിയിൽ തന്നെ ഈ പറയുന്ന പോലെ സംഭവം കൃത്രിമമായ എന്തോന്നാണ് ഒരു ഒബ്ജക്റ്റ് അവിടെ പിടിപ്പിക്കാം. മനസ്സിലായത്? ഓക്കെ, കൃത്രിമമായ ഗ്രാവിറ്റിയുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന അതിന് നമുക്കവിടെ അവിടെ ഫിക്സ് ചെയ്യാം. കാരണം ഇവിടെ എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. എന്ന് വെച്ചാൽ മധ്യനിരയിലുള്ള ഒരു ഫോഴ്സ്. ഇതെന്ന് പറയുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റി കൺട്രോൾ ചെയ്ത് സഹായിക്കുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം ഈ ഗ്രാവിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ തടയാൻ വേണ്ടി വളരെ ഹെൽപ്പായിട്ടുള്ളൊരു സംഭവമാണ് ഈ കാര്യങ്ങളൊക്കെ. മനസ്സിലായി? അതുമാത്രമല്ല, നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഒരു ജലപേടകം നമ്മൾ പറയും, ജലം കൊണ്ട് കവർ ചെയ്ത എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ബോഡിക്കകത്ത് ഫിക്സ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്തോ ചെയ്യുക, മണ്ണിൻ്റെ അടിയിൽ ചൊവ്വയുടെ അടിയിൽ കുഴിയെടുത്തിട്ട് അതിൻ്റെ അടിയിൽ സർവേ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതൊക്കെ ഈ നല്ലതാണ്. ഈ ഗ്രാവിറ്റിയുടെ ഓവർ ഇഷ്യൂ തടയാനൊക്കെ അതൊക്കെ ഉപകാരപ്പെടുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്രിമമായ ഗ്രാവിറ്റി തുല്യരാക്കുന്ന എന്തോ ചെയ്യുന്നത് ഉപകരണത്തിന് നമ്മൾ ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു മീറ്ററിൻ്റെ അകലം വരെ ഒരു ഏരിയ വരെ എന്തോ ചെയ്യും ഈ ഗ്രാവിറ്റിയുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും. മനസ്സിലായില്ലേ? അങ്ങനെ അപ്പോൾ അപ്പോൾ ചൊവ്വയുടെ ഗ്രാവിറ്റി ഭൂമിയുടെ ഗ്രാവിറ്റി തുല്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ക്യാൻസർ അതേപോലെ തന്നെ പല അസുഖങ്ങളിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ സൈഡ് എഫക്റ്റ് ഒന്നും ഈ പരിപാടി ചെയ്യുമ്പോൾ ഉണ്ടാവത്തില്ല. അതാണ് പറയുന്നുള്ളത്. ഓക്കെ, അങ്ങനെ അപ്പോൾ ഓക്സിജനുള്ളതായി, വെള്ളത്തിനുള്ളതായി, അതേപോലെ ഗ്രാവിറ്റിയുടെ ഇഷ്യൂ അവിടെ അത് പ്രൂവ് ആയി കഴിഞ്ഞു, അത് സോൾവ് ആക്കാൻ പറ്റുമെന്നുള്ള കാര്യം. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കൃഷിയുടെ കാര്യമാണ്. അവിടെ നമുക്ക് കൃഷികൾ വേണം. ചെടികൾ വന്നാൽ മാത്രമേ, അവിടുത്തെ ഗ്രാവിറ്റി മാത്രം ചെടികൾ വളർന്നാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യം, ഈ ഐസിൽ നിന്നും കുഴിച്ചെടുത്ത് പിന്നെ അത് ചൂടാക്കി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ള പ്രോസസ്സായി നിങ്ങൾ ചോദിക്കും. ഓക്കെ, അതിനുമുള്ള സൊല്യൂഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? പിന്നെ മണ്ണിലൂടെ നമുക്ക് വെള്ളമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, മിനറൽസ് വഴി അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? വെള്ളം എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ റോബോട്ടുകൾ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് കുഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക്കുള്ള ആയിട്ടുള്ള പണിയാണ്. മനസ്സിലായില്ലേ? അതുമാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തോന്നാണ് ഗ്രാവിറ്റി കൺട്രോൾ മെഷീനുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഭൂമി പോലത്തെ ഗ്രാവിറ്റി സിസ്റ്റം അവിടെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഗ്രീൻ പ്ലാന്റ്സ് അതുപോലത്തെ എന്തോന്നാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ജോബിൽ. മനസ്സിലായില്ലേ? ഗ്രാവിറ്റിയുടെ കാര്യം ഓക്കെ ആയി കഴിഞ്ഞു. മനസ്സിലായി? മറ്റേ ഗ്രീൻ ഹൗസ് എഫക്റ്റ് അതുപോലത്തെ പരിപാടികളൊക്കെ. ഓക്കെ, ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെടികളൊക്കെ വളരാൻ നല്ല സിമ്പിളായിട്ട് അവിടെ വളരുന്നതായിരിക്കും. മനസ്സിലായില്ലേ? അതാണ് സംഭവം. മനസ്സിലായി? അപ്പോൾ വെള്ളം എടുക്കാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലെ മിനറൽസ് ഒരുക്കിയൊക്കെ വെള്ളം എടുക്കാൻ പറ്റും. ഈ തന്നെ ഐസ് ചൂടാക്കി എടുക്കാൻ പറ്റും. ഇനി വരാൻ പോകുന്ന AI ടെക്നോളജി യൂസ് ചെയ്തിട്ടൊക്കെ എന്തോ ചെയ്യാം,
AI മീൻസ് ഇനി ഒരുപാട് റോബോട്ടുകളൊക്കെ ഇനി വാങ്ങി ഫ്യൂച്ചറിൽ. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസിനെ ഒരുക്കി വെള്ളമാക്കാനുള്ള സിസ്റ്റമൊക്കെ ഇനി ഫ്യൂച്ചറിൽ വരുന്നതായിരിക്കും. അപ്പോൾ ചൊവ്വയിൽ താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും റിസ്ക്കുള്ള പണിയൊന്നുമല്ല, മനസ്സിലായില്ലേ? പക്ഷേ എക്സ്പെൻസ് കൂടുതലാണ്, ഒരുപാട് എക്സ്പെൻസ് അവിടെ വേണ്ടി വരും, കാരണം ഈ മിഷൻസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, മനസ്സിലായില്ലേ? അതുമാത്രമല്ല, ചൊവ്വയിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. എത്തിപ്പെട്ടാൽ മാത്രമേ ഇതൊക്കെ പറ്റത്തുള്ളൂ. പക്ഷേ എലോൺ മസ്ക് നടത്തിയിട്ടുള്ള ഒരു ഒട്ടുമിക്ക എല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട് ചൊവ്വയിലോട്ട് പോകാനുള്ള മിഷൻസ്. കാരണം ഇന്ധനങ്ങളുടെ സമയത്ത് നിറയ്ക്കണം, മനസ്സിലായി? ഇതാണ് പ്രശ്നം. കൃത്യമായി ഇന്ധനങ്ങൾ ഫില്ല് ചെയ്യാനുള്ള ഒരു സിസ്റ്റം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് ഒരു മിഷൻ ഫെയിൽ ആവാൻ സാധ്യത. ഫെയിൽ ആവാനുള്ള കാരണം മനസ്സിലായി. ഇനിയും എലോൺ മസ്ക് ട്രൈ നടത്തും, മനസ്സിലായില്ലേ? ചൊവ്വയിലോട്ട് മനുഷ്യനെ എത്തിക്കാൻ വേണ്ടി, മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനത്തെ ടെക്നോളജികൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എലോൺ മസ്കിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ചൊവ്വയുമായിട്ടുള്ള ബന്ധം എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ കുറച്ചും കൂടെ അഡ്വാൻസ് ടെക്നോളജി ഇനിയും വളരാനുണ്ട്. അപ്പോൾ ഇതുവരെ ഒരു രീതിയിൽ എത്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും എത്തിക്കാൻ പറ്റും, മനസ്സിലായില്ലേ? ഇതാണ് പറയുന്നത്. പിന്നെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ഡെവലപ്മെൻറ്റ് തന്നെ ഉണ്ടായി കഴിയുമ്പോൾ ഈ പറയുന്ന ഒരുപാട് പ്രോബ്ലംസൊക്കെ പരിഹരിക്കാൻ പറ്റും. ഈ ചെടികളൊക്കെ അവിടെ നടാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ വളരെ നല്ല ഉപകാരമാണ്, മനസ്സിലായത്? ഇതൊക്കെയാണ് കാര്യം. അപ്പോൾ എല്ലാത്തിനും ഉള്ളൊരു സൊല്യൂഷൻ ഇതൊക്കെ നടക്കാത്ത കാര്യം, നടക്കുന്ന കാര്യം തന്നെയാണ്, മനസ്സിലായത്? അതാണ് കാര്യം. ഇനി ഫ്യൂച്ചറിൽ നടക്കുമോ ഇല്ലെന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊക്കെ പോസിബിളാണ്. ഇത്രയും കാര്യങ്ങൾ ചൊവ്വയിലോട്ട് പോകാൻ പോസിബിളാണ്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ഇതിൽ നിന്നും മറ്റേ നെഗറ്റീവായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് ഇത്രയും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ എന്തോന്ന് നെഗറ്റീവായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകാതെ പറ്റാത്ത ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ അതൊക്കെ സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഓക്കെ.